പ്രജകളുടെ ക്ഷേമമന്വേഷിക്കാൻ രാത്രിയിൽ വേഷം മാറി സഞ്ചരിക്കുകയായിരുന്നു ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ രാത്രിയിൽ ഖലീഫ വേഷം മാറി സഞ്ചരിക്കുമ്പോൾ ഒരു കുടിലിൽ നിന്നൊരു കരച്ചിൽ കേട്ടു. ഒരു കൊച്ചുകുട്ടിയാണ് കരയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു നേരെ ആ വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ചോദിച്ചു, എന്തിനാണ് ഈ കുട്ടി കരയുന്നത്? മുമ്പിൽ നിൽക്കുന്നത് ഖലീഫയാണെന്ന് മനസ്സിലാകാതെ ആ മാതാവ് പറഞ്ഞുവത്രേ, ഞങ്ങളുടെ നാട് ഭരിക്കുന്നത് ഖലീഫ ഉമറാണ്. ഇന്നലെ ഉമറിൻ്റെ ഗവൺമെൻറ് ഒരു നിയമം നടപ്പാക്കി. മുലകുടി പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമേ സൗജന്യ റേഷൻ ലഭിക്കൂ. എൻ്റെ കുഞ്ഞിൻ്റെ മുലകുടി മാറിയിട്ടില്ല, പക്ഷേ ഞാൻ നിർബന്ധിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. നാളെ ഈ കുഞ്ഞിനെ ഉമറിൻ്റെ മുന്നിൽ ഹാജരാക്കിയിട്ട് മുലകുടി പ്രായം കഴിഞ്ഞെന്ന് തെളിയിച്ചാൽ അത്രയും സൗജന്യ റേഷൻ ഞങ്ങൾക്ക് ലഭിക്കുമല്ലോ. ഞങ്ങൾ പാവങ്ങളാണ്, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ മുലപ്പാല് കൊടുക്കാതെ ഞാൻ കുടി നിർത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് എൻ്റെ കുട്ടി കരയുന്നതെന്ന് ആ മാതാവ് പറഞ്ഞു. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു തരിച്ചു നിന്നു. വിതുമ്പുന്ന ചുണ്ടുകളോടെ ഉമർ റളിയല്ലാഹു അൻഹു നേരെ മസ്ജിദുൻ നബവിയിൽ പോയി സുജൂദിൽ കിടന്നു പൊട്ടിക്കരഞ്ഞുവത്രേ. അവസാനം കരഞ്ഞു സുബ്ഹി നിസ്കാരത്തിൻ്റെ ഇമാമായി നിന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതാൻ കഴിയാതെ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അവസാനം സലാം വീട്ടിയിട്ട് കരഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞുവത്രേ, അല്ലാഹുവേ, ഇന്നലെ ഈ ഉമറിൻ്റെ ഒരു തെറ്റായ തീരുമാനം കാരണം ഒരു പിഞ്ചു പൈതലിൻ്റെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീണുപോയി തമ്പുരാനെ. അതിൻ്റെ പേരിൽ ഈ ഉമറിനെ നാളെ നീ നിൻ്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കല്ലേ അല്ലാഹ്.